Good morning, students. The next area, problem of EOQ with price breaks. EOQ ന്റെ ഡിഫറെൻ്റ് വേർഷനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം EOQൻ്റെ ഒരു വേർഷൻ പറഞ്ഞിട്ടുണ്ട്. EOQ പ്രൊഡക്ഷൻ ആൻഡ് ഫിക്സഡ് ഓർഡർ സൈക്കിൾ. പ്രൊഡക്ഷനും ഫിക്സഡ് ഓർഡർ സൈക്കിളും വരുമ്പോൾ EOQ എങ്ങനെ വരും, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പ്രോബ്ലം ആണ്. നെക്സ്റ്റ്, പ്രോബ്ലം ഓഫ് EOQ വിത്ത് പ്രൈസ് ബ്രേക്സ്. പ്രൈസ് ബ്രേക്സ് ആകുമ്പോൾ എങ്ങനെയാണ് EOQ നമ്മൾ സോൾവ് ചെയ്യുക, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. സോ ഇറ്റ്സ് എ സർട്ടൻ അസംഷൻ. ഫസ്റ്റ് അസംഷൻ, ഡിമാൻഡ് ഈസ് നോൺ ആൻഡ് കോൺസ്റ്റൻറ്റ്. ഡിമാൻഡ് എപ്പോഴും അറിയായിരിക്കും, അതുപോലെ തന്നെ ആ അറിയുന്ന ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. സെക്കൻഡ്, ഷോർട്ടേജ് ആർ നോട്ട് അലോഡ്. ഷോർട്ടേജ് ഒരിക്കലും അലോ ചെയ്യാൻ പാടില്ല, അപ്പോൾ വിത്തൗട്ട് ഷോർട്ടേജ് ആയിരിക്കും. തേർഡ്, റീപ്ലെനിഷ്മെന്റ് ഓഫ് ഇൻവെൻട്രി ഈസ് ഇൻസ്റ്റാനിയസ്. ഇൻവെൻട്രിയുടെ റീപ്ലെനിഷ്മെന്റ് ഇൻസ്റ്റാനിയസ് ആയിട്ട് നിലനിൽക്കും. ഈ മൂന്ന് അസംഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ പ്രോബ്ലം ഓഫ് EOQ വിത്ത് പ്രൈസ് ബ്രേക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുള്ളൂ. അപ്പോൾ ലോഡ് സൈസ് ഇൻ ഈച്ച് പ്രൊഡക്ഷൻ ഈസ് Q. ലോഡ് സൈസ് ഇൻ ഈച്ച് പ്രൊഡക്ഷൻ, ഇതിന് ഓരോ പ്രൊഡക്ഷൻ്റെയും ലോഡ് സൈസ് എന്തുകൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? Q കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് 2-3 ഇക്വേഷൻ ഉണ്ട്, നേരത്തെ പഠിച്ച പോലെ തന്നെ. ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഫോർ എ ഡിസ്കൗണ്ട് ലെവൽ. ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഫോർ എ ഡിസ്കൗണ്ട് ലെവൽ. ഡിസ്കൗണ്ട് ലെവലിൻ്റെ ആനുവൽ കോസ്റ്റ്, ടോട്ടൽ ആനുവൽ കോസ്റ്റ് ആണ് പറയുന്നത്. ഇക്വേഷൻ ഇതാണ്: DC1 or DC1 plus D divided by Q into CO plus Q divided by 2 C1 into I. അപ്പോൾ D ഇൻറ്റു C1 അതിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്, പ്ലസ് D ഡിവൈഡ് ബൈ Q അറിയാം, ഇൻറ്റു CO അറിയാലോ നമ്മൾ ഓർഡറിങ് കോസ്റ്റ്, പ്ലസ് Q ഡിവൈഡ് ബൈ 2 ഇൻറ്റു CI ഓർ C1 ഇൻറ്റു I. ഇതാണ് ഏതിൻ്റെ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ട് ലെവലിൻ്റെ ഈക്വേഷൻ. സോ അതിനകത്ത് ഓരോന്നും എന്താ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റൺ കോസ്റ്റ് ആണ് CO. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റൺ കോസ്റ്റ് അല്ലെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് അല്ലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റൺ കോസ്റ്റ് എന്ന് പറയും. ഇനി CI എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് പെർ യൂണിറ്റ്. CI അല്ലെ C1 അല്ലെ CI എന്ന് പറയാം. കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് പെർ യൂണിറ്റ്, ഒരു പെർ യൂണിറ്റിൽ ഉണ്ടാകുന്ന കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ആണ് CI. മന്ത്ലി ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് I. മന്ത്ലി ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് I. അപ്പോൾ ഓരോന്നും ക്ലിയർ ആയല്ലോ. ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഫോർ എ ഡിസ്കൗണ്ട് ലെവൽ DCI പ്ലസ് D ഡിവൈഡ് ബൈ Q ഇൻറ്റു CO പ്ലസ് Q ഡിവൈഡ് ബൈ 2 ഇൻറ്റു CI ഇൻറ്റു I. സോ ടോട്ടൽ കോസ്റ്റ്, അതിനകത്ത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ടോട്ടൽ കോസ്റ്റ് ബ്രാക്കറ്റിൽ Q DCI പ്ലസ് റൂട്ട് DCO CI I. അപ്പോൾ TC ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ D ഇൻറ്റു CI. CI എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് പെർ യൂണിറ്റ് പ്ലസ് റൂട്ട് 2 ഇൻറ്റു ഡിമാൻഡ് ഇൻറ്റു CO എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റൺ കോസ്റ്റ് ഇൻറ്റു CI ഇൻറ്റു I മന്ത്ലി ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ 4 കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കണ്ടിട്ട് ആ ഒരു ഫിഗറിൻ്റെ കൂടെ ഡിമാൻഡ് ഇൻറ്റു CIയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന കോസ്റ്റിനെയാണ് ടോട്ടൽ കോസ്റ്റ് അല്ലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്, ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി. ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഓർ ക്യൂലാണ് പറയാ. ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് 2 DCO ഡിവൈഡ് ബൈ CI. C1I എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഇൻറ്റു മന്ത്ലി ഹോൾഡിംഗ് കോസ്റ്റ് CI ഇൻറ്റു I റൂട്ട് 2 DCO ഡിവൈഡ് ബൈ CI ഇൻറ്റു I. റൂട്ടിൻ്റെ ഉള്ളിലാണ് രണ്ടും, 2 DCO എന്നും ഡിവൈഡ് ബൈ CI ഇൻറ്റു I രണ്ടും റൂട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ 3 ഇക്വേഷനാണ് പറഞ്ഞത്. ഏതിലാണെങ്കിൽ വിത്ത് പ്രൈസ് ബ്രേക്സ് ആണെങ്കിൽ ഈ 3 കാര്യം ഫുൾഫിൽ ചെയ്താലേ പ്രൈസ് ബ്രേക്സ് ആവുള്ളൂ. ഡിമാൻഡ് ഈസ് നോൺ ആൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഷോർട്ടേജസ് ആർ നോട്ട് അലൗഡ്. തേർഡ്, റീപ്ലെനിഷ്മെന്റ് ഓഫ് ഇൻവെന്ററി ഈസ് ഇൻസ്റ്റാനിയസ് ആയിരിക്കണം. ലോഡ് സൈസിന് എപ്പോഴും Q കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഫോർ എ ഡിസ്കൗണ്ട് ലെവൽ D ഇൻറ്റു CI പ്ലസ് D ഡിവൈഡ് ബൈ Q ഇൻറ്റു CO പ്ലസ് Q ഡിവൈഡ് ബൈ 2 ഇൻറ്റു CI ഇൻറ്റു I.
CO means cost of production run cost. CI means cost of manufacturing per unit. I is equal to monthly holding cost per unit. So TC is equal to DCI plus root 2DCO CI into I. Optimum order quantity or Q is equal to root 2DCO divided by CI into I. Clear ആയോ? നെക്സ്റ്റ് കൺസെപ്റ്റ് ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയേ വേണ്ടു. EOQ പ്രൊഡക്ഷൻ ആൻഡ് ഫിക്സഡ് ഓർഡർ സൈക്കിൾ. EOQ പ്രൊഡക്ഷൻ ആൻഡ് ഫിക്സഡ് ഓർഡർ സൈക്കിൾ. EOQ ആണ്, അതിൻ്റെ പ്രൊഡക്ഷനും ഫിക്സഡ് ഓർഡർ സൈക്കിളും കൂടിയാണെങ്കിൽ. ഒരു മിനിറ്റ്, അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. യെസ്, നേരത്തെ നമ്മൾ പറഞ്ഞത് EOQ വിത്ത് പ്രൈസ് ബ്രേക്സ് ആയിരുന്നു അല്ലേ? ഇപ്പോൾ പ്രോബ്ലം ഓഫ് EOQ വിത്ത് വൺ പ്രൈസ് ബ്രേക്സ്. ഒരു പ്രൈസ് ബ്രേക്സ് ആണെങ്കിൽ, രണ്ടാമത്തെ അത് പഠിക്കാം, എന്നിട്ട് അടുത്ത പഠിച്ചാൽ മതി. പ്രോബ്ലം ഓഫ് EOQ വിത്ത് വൺ പ്രൈസ് ബ്രേക്സ്, ഒരു പ്രൈസ് ബ്രേക്സ് ആണെങ്കിൽ ഇങ്ങനെയാ വരിക. റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയും പ്രൈസ് കോസ്റ്റ് പെർ യൂണിറ്റും തരും. റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയും പ്രൈസ് കോസ്റ്റ് പെർ യൂണിറ്റ്. റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എങ്ങനെയാ? 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു Q1 ലെസ് ദാൻ B1. അതിൻ്റെ പ്രൈസ് ക്വാണ്ടിറ്റി എപ്പോഴും CI ആയിരിക്കും, അല്ലെ C1 ആയിരിക്കും. നെക്സ്റ്റ് B1 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു B2 ലെസ് ദാൻ B2 ഈസ് ഈക്വൽ ടു C2 ലെസ് ദാൻ C1. അപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്ത രണ്ട് സിമ്പൽ കണ്ടോ? Q1 കാണാം. 0 എന്ന് പറയുന്നത് Q1 കാണാം കുറവായിരിക്കും. B1 എന്ന് പറയുന്നത് Q1 കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ C1 ആയിരിക്കും കിട്ടുക, പർച്ചേസ് കോസ്റ്റ് പെർ യൂണിറ്റ് C1. ഇനി B1 എന്ന് പറയുന്ന ഫിഗർ Q2 കാണാം, അല്ലെ B1 Q2 B1 കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. B2 എപ്പോഴും എന്താണ്? Q2 ഗ്രേറ്റർ ദാൻ ആയിരിക്കും. സോ അതിൻ്റെ വാല്യൂ പർച്ചേസ് കോസ്റ്റ് പെർ യൂണിറ്റ് C2 ആണ്. അപ്പോൾ C1 കുറവായിരിക്കും എപ്പോഴും എന്തെന്ന് പറയുന്നത് C2. C1 ആയിരിക്കും കൂടുതൽ, C2 കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോബ്ലം ഓഫ് EOQ വിത്ത് വൺ പ്രൈസ് ബ്രേക്സ്. ഒരു പ്രൈസ് ബ്രേക്സ് ചെയ്യാണ്. അതിന് 3-5 കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റിന്റെ ബേസിലാണ് അതിനെ അൽഗോരിതം നമുക്ക് വിളിക്കാം. ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ഫോർ ദ ലോവസ്റ്റ് പ്രൈസ്. ആദ്യം നമ്മൾ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് പ്രൈസിൽ വെച്ചിട്ട്? ലോവസ്റ്റ് പ്രൈസിൽ വെച്ചിട്ട്. സെക്കൻഡ്, ദാറ്റ് ഈസ് Q2. അടുത്ത നമ്മൾ Q2 കാൽക്കുലേറ്റ് ചെയ്യണം. Q2 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇക്വേഷൻ ഉണ്ട്, റൂട്ട് 2DCO ഡിവൈഡ് ബൈ I ഇൻറ്റു C2. റൂട്ട് താഴെ വരെയാണ്. റൂട്ട് 2DCO ഡിവൈഡ് ബൈ I ഇൻറ്റു C2. റൂട്ട് 2DCO ഡിവൈഡ് ബൈ I ഇൻറ്റു C2. തേർഡ്, കമ്പയർ ഇറ്റ് വിത്ത് ക്വാണ്ടിറ്റി B1. അപ്പോൾ B1 ആയിട്ട് നമുക്ക് ഈ ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ഇഫ് Q2 ഈസ് ഗ്രേറ്റർ ദാൻ B1, Q2 B1 കൂടുതലാണെങ്കിൽ ദെൻ ഒപ്റ്റിമം ക്വാണ്ടിറ്റി Q2 B1 കൂടുതലാണെങ്കിൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കും? ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഈസ് Q2. സെക്കൻഡ്, ഇഫ് Q2 ഈസ് ലോവർ ദാൻ B1, Q2 B1 കുറവാണെങ്കിൽ വി കനോട്ട് പ്ലേസ് ആൻ ഓർഡർ അറ്റ് എ റെഡ്യൂസ്ഡ് പ്രൈസ്. നമുക്ക് ഓർഡർ കുറഞ്ഞ പ്രൈസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓർഡർ ചെയ്യാൻ പറ്റില്ല. Q is equal to Q1 with Q is equal to B1. രണ്ടും പറയാം. അടുത്തത്, കാൽക്കുലേറ്റ് Q1 ഫോർ പ്രൈസ്. കാൽക്കുലേറ്റ് Q1 ഫോർ പ്രൈസ് C1 ആൻഡ് കമ്പയർ TCQ1 വിത്ത് ടോട്ടൽ കോസ്റ്റ് B1. അപ്പോൾ നമുക്ക് Q1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർ ദ പ്രൈസ് Q1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ C1 പ്രൈസ് നമ്മൾ എടുക്കാറുണ്ട്. ആൻഡ് കമ്പയർ ടോട്ടൽ കോസ്റ്റ് Q1. ടോട്ടൽ കോസ്റ്റ് Q1 കമ്പയർ ചെയ്യാം വിത്ത് ടോട്ടൽ കോസ്റ്റ് B1. അതിന് B1 കമ്പയർ ചെയ്യാം. അഞ്ചാമത്തത് അതാണ് ഇക്വേഷനിൽ പറയുന്നത്. TCQ1 ഈസ് ഈക്വൽ ടു D ഇൻറ്റു C1 പ്ലസ് ഓർ CI എന്ന് പറയാം, C1 എന്ന് പറയാം. D ഇൻറ്റു CI പ്ലസ് ഓർ C1 പ്ലസ് D ഡിവൈഡ് ബൈ Q1 പ്ലസ് Q ഇൻറ്റു CO പ്ലസ് Q1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു I ഇൻറ്റു C1. ഇത്രയും പറയാം. D ഇൻറ്റു CI
D into Ci plus D divided by Q1 into C2 plus Q1 divided by 2 into I into Ci. അപ്പം 5 കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഫോർ ദ ലോവസ്റ്റ് പ്രൈസ്. സെക്കൻഡ്, that is Q2 is equal to root 2 DCO divided by I into C2. Third, compare it with a quantity B1. If Q2 is greater than B1, optimum quantity order Q2. If Q2 is lower than B1, we cannot place an order at a reduced price. നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റില്ല. Q is equal to Q1 with Q is equal to B1. രണ്ടും പറയും. Fourth, calculate Q1 for the price C1 and compare total cost Q1 with the total cost B1. Total cost Q1 is equal to DCI plus D divided by Q1 into C0 plus Q1 divided by 2 into I into C1. ഇത്രയാണുള്ളത്. നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി നോക്കാം. റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ക്ലിയർ ആയി. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതൊരു കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം നോട്ട്സ് എഴുതുക. നിങ്ങൾക്ക് എപ്പോഴും ഇത് അവൈലബിൾ ആവുമെന്ന് എനിക്കറിയില്ല വെബ്സൈറ്റ്. ഈവൻ നിങ്ങൾക്ക് വെബ്സൈറ്റ് അവൈലബിൾ ആവുന്നില്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞിട്ട് വെബ്സൈറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ടീച്ചറോട് പറഞ്ഞാൽ ടീച്ചർ ഒന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ ടീച്ചർ പറയാന്ന് വെച്ചാൽ ബോർഡിൽ എഴുതി ടീച്ചർ ചെയ്യുന്നത് പോലെ എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നോട്ട്സ് ഞാൻ മുൻകൂട്ടി സെൻഡ് ചെയ്തിട്ടുണ്ട്. നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നോട്ട്സ് ആദ്യം എഴുതിയെടുക്കാം. തരുന്ന പ്രോബ്ലത്തിൻ്റെ നോട്ട്സ് ആദ്യം എഴുതിയെടുക്കുക, ഇക്വേഷൻ എഴുതിയെടുക്കുക. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ക്ലാസ് കേൾക്കുക. എന്നാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ എന്തൊക്കെയോ കൺഫ്യൂഷൻ പോലെ ഫീൽ ചെയ്യും കേട്ടോ. സോ എ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്. എ മെറ്റീരിയൽ മാനേജർ ഹാസ് ദ ഫോളോയിങ് ഡാറ്റ ഫോർ പ്രൊഡ്യൂസിങ് എ പെർട്ടിക്കുലർ ഐറ്റം. Annual demand is 500 units per year. Ordering cost is 400 and inventory carrying cost is 40%. Cost per item is rupees 30. If the order quantity is more than or equal to 200, a discount of 100% is given. Full stop. For how much should be place an order in order to minimize the total variable cost? എന്താ പറഞ്ഞത്, ഒരു മെറ്റീരിയൽ മാനേജർക്ക് ഡാറ്റ, താഴെ പറയുന്ന ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ സെർട്ടൈൻ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യണം. ആനുവൽ ഡിമാൻഡ് 500 യൂണിറ്റ്സ് പെർ ഇയർ ആണ്. ഓർഡറിംഗ് കോസ്റ്റ് 400 ആണ്. ഇൻവെന്ററി കേരിയിങ് കോസ്റ്റ് 40% ആണ്. കോസ്റ്റ് പെർ ഐറ്റം ₹30 ആണ്. ഇഫ് ദ ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 200, ഓർഡറിംഗ് ക്വാണ്ടിറ്റി 200 ഈക്വലോ അല്ലെ 200 കൂടുതലോ ആണെങ്കിൽ എ ഡിസ്കൗണ്ട് ഓഫ് 10% ഈസ് ഗിവൺ. 200 കൂടുതൽ ഓർഡർ നമ്മൾ കൊടുത്താൽ 10% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഷുഡ് ബി പ്ലേസ്ഡ് ആൻ ഓർഡർ, നമ്മൾ എത്ര ഓർഡർ ചെയ്യണം? ഇൻ ഓർഡർ ടു മിനിമൈസ് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, നമ്മളുടെ വേരിയബിൾ കോസ്റ്റിന്റെ ടോട്ടൽ എത്രയാണ് നോക്കിക്കോ. ആദ്യം നമുക്ക് ഐറ്റം എടുത്തെഴുതാം. ഡി ഈസ് ഈക്വൽ ടു 500 യൂണിറ്റ് പെർ ഇയർ. ഓർഡറിംഗ് കോസ്റ്റ് 400 പെർ ഓർഡർ. കേരിയിങ് കോസ്റ്റ് ആയിട്ടുള്ള കേരിയിങ് കോസ്റ്റ് നമ്മളിവിടെ ഐ കൊണ്ടാണ് പറയുന്നത്. ഐ ഈസ് ഈക്വൽ ടു, നമ്മൾ സി ഐ എന്ന് പറഞ്ഞില്ല, അതിന് പകരം ഐ ഈസ് ഈക്വൽ ടു 40%, ദാറ്റ് ഈസ് 0.40. C1 കോസ്റ്റ് പെർ ഐറ്റം, ഒന്നാമത്തെ കോസ്റ്റിന്റെ ഐറ്റം 30 ആണ്. C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 10% ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള ബാക്കി. 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, 3ന്റെ 10% എത്രയാ, 30ന്റെ 10%, 30 × 10 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എത്രയാ, 3. അങ്ങനെയാണ് നമുക്ക് 27 കിട്ടിയത്. 30 അല്ലേ C1ന്റെ അകത്തൊന്നും 10% ഡിസ്കൗണ്ട് ആവണമെങ്കിൽ അതായിരിക്കും C2. അപ്പോൾ 30ന്റെ 10% എന്ന് പറയുമ്പോൾ 3. സോ 30 - 3 ഈസ് ഈക്വൽ ടു 27. അതാണ് C2. ക്ലിയർ ആയോ? സോ Q2 ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എഴുതാം. Q2 ഈസ് ഈക്വൽ ടു √2 DCO ഡിവൈഡ് ബൈ I ഇൻറ്റു C2. അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ. √2 DCO ഡിവൈഡ് ബൈ I ഇൻറ്റു C2. സോ അപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു D എത്രയാ, 500 ഇൻറ്റു CO 400 ഡിവൈഡ് ബൈ I 0.40 ഇൻറ്റു C2 27. Q2 ആണ് ആദ്യം നമ്മൾ കാണുന്നത്. സോ ഈസ് ഈക്വൽ ടു 192 യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് എഴുതാം Q2 എന്ന് പറയുന്നത് ലെസ് ദാൻ ബി ആണ്.
Q2 ലെസ് ദാൻ ബി ബ്രാക്കറ്റിൽ 200 എത്രയായിരുന്നു 200 കൂടുതലാണെങ്കിലല്ലേ 200 ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ അല്ലെങ്കിൽ നമുക്ക് Q1 കാണാം Q1 വെച്ചിട്ട് കാണാം Q1 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഒരു മാറ്റവും C2 പകരം C1 കൊടുക്കുന്നതെന്ന് മാത്രം Q1 ആകുമ്പോൾ C1 കൊടുക്കും Q2 ആകുമ്പോൾ C2 കൊടുക്കും വേറൊരു മാറ്റവും √2 DCO ഡിവൈഡ് ബൈ I ഇൻറ്റു C1 കൊടുക്കും ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 500 ഇൻറ്റു 400 ഡിവൈഡ് ബൈ 0.4 ഇൻറ്റു C1 എത്രയാ 30 ഈസ് ഈക്വൽ ടു 183 യൂണിറ്റ്സ് അല്ലേ അപ്പം നമുക്ക് കൊടുക്കാം Q1 ലെസ് ദാൻ ബി Q1 എന്ന് പറയുന്നത് ബിനേക്കാണ് എന്താണ് കുറവാണ് സോ ലീസ്റ്റ് ക്വാണ്ടിറ്റി അപ്പോൾ ആണെങ്കിൽ നമുക്ക് എന്താ പറയാം ലീസ്റ്റ് ക്വാണ്ടിറ്റി ആണ് ഒപ്റ്റിമം കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെന്റ് ആണ് ലീസ്റ്റ് ക്വാണ്ടിറ്റി ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ കോസ്റ്റ് കാണാം കണ്ടില്ലേ മനസ്സിലായോ Q2 എന്ന് പറയുന്നത് ഇക്വേഷനിൽ ഒരു മാറ്റമില്ല C2 എന്ന് എഴുതണമെന്നേ ഉള്ളൂ Q1 എന്ന് പറയുന്നത് ഇക്വേഷന് എന്ത് ചെയ്യാം C1 എന്ന് എഴുതാം ബാക്കി ഇക്വേഷനൊക്കെ സെയിം അപ്പം നമ്മൾ കണ്ട് 200 ആണ് നമ്മളുടെ ഫീസിബിള് അത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ കാണിക്കുകയാണ് കാരണം രണ്ടും ഒന്ന് 192 മറ്റൊന്ന് 153 കിട്ടിയത് ഇനി നമുക്ക് നോക്കാം ടോട്ടൽ കോസ്റ്റ് Q1 ഈസ് ഈക്വൽ ടു DC1 പ്ലസ് D ഡിവൈഡ് ബൈ Q1 ഇൻറ്റു CO പ്ലസ് Q1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു I ഇൻറ്റു C1 വെച്ചിട്ടും C2 വെച്ചിട്ടും ചെയ്യാം CI എന്ന് വേണമെങ്കിൽ അതിന് പറയാവുന്നേ ഉള്ളൂ അപ്പോൾ C1 C2 വെച്ചിട്ട് നമുക്ക് ചെയ്യാം ആദ്യം C1 വെച്ചിട്ട് TCQ1 എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും C1 കൊടുക്കാം TCQ2 എന്ന് പറയുമ്പോൾ C1 ഉള്ളിടത്തൊക്കെ C2 കൊടുക്കുക വേറൊരു മാറ്റവും ഇല്ല അപ്പോൾ TCQ1 ആണ് ഇക്വേഷൻ ആദ്യം ഇങ്ങനെ എഴുതുക D ഇൻറ്റു C1 പ്ലസ് D ഡിവൈഡ് ബൈ Q1 ഇൻറ്റു CO പ്ലസ് Q1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു I ഇൻറ്റു C1 സോ ഈസ് ഈക്വൽ ടു D എത്രയാ 500 ഇൻറ്റു C1 30 പ്ലസ് 500 ഡിവൈഡ് ബൈ Q1 നമുക്ക് കിട്ടിയില്ലേ 183 ഇൻറ്റു C0 400 പ്ലസ് Q1 183 ഡിവൈഡ് ബൈ 2 ഇൻറ്റു I നമുക്ക് അറിയാം 0.4 ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു 15,000 പ്ലസ് 1093 പ്ലസ് 1098 ഈസ് ഈക്വൽ ടു 17,191 17,191 കിട്ടും ഇനി നമുക്ക് എന്ത് കൊടുക്കാം TC ബ്രാക്കറ്റിൽ B1 എന്ന് പറഞ്ഞാൽ TCQ2 എന്നർത്ഥം TCQ2 അല്ലെങ്കിൽ TCB1 എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് ഇനി നമ്മൾ C1 എഴുതിയെടുത്ത് C2 കൊടുക്കുന്നതെന്ന് മാത്രം വേറൊരു വ്യത്യാസമില്ല സോ D ഇൻറ്റു C2 പ്ലസ് D ഡിവൈഡ് ബൈ B1 അവിടെ നമ്മൾ Q1 പകരം B1 കൊടുക്കുന്നു B1 ഇൻറ്റു CO പ്ലസ് B1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു I ഇൻറ്റു C2 ഓക്കെ സോ D 500 ഇൻറ്റു C2 27 പ്ലസ് D 500 ഡിവൈഡ് ബൈ 200 അല്ലേ ബി നമ്മൾ നേരത്തെ Q കൊടുത്തതിന് പകരം ഇവിടെ എന്ത് കൊടുക്കുകയാണ് ബി ഫീസിബിൾ ആണോ 200 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം നേരത്തെ Q1 കൊടുത്തെടുത്ത് ഇവിടെ B1 കൊടുക്കും B1 എന്ന് പറയുന്നത് 200 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സോ DC2 പ്ലസ് D ഡിവൈഡ് ബൈ B1 ഇൻറ്റു CO പ്ലസ് B1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു I ഇൻറ്റു C2 നമ്മൾ C1 ഉള്ളിടത്ത് C2 കൊടുത്ത് Q1 ഉള്ളിടത്ത് B1 കൊടുത്തു വേറൊരു മാറ്റവും ഇല്ലേ B1 എന്താന്ന് മനസ്സിലായോ എല്ലാവർക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫീസിബിൾ ആയിട്ടുള്ള കാര്യം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിത് മോർ ദാൻ ഓർഡറിംഗ് ക്വാണ്ടിറ്റി മോർ ദാൻ ഓർ ഈക്വൽ ടു 200 അപ്പോൾ ആ ഓർഡറിംഗ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്തെടുത്തത് B1 ആയിട്ട് എടുത്തത് അത്രയേ ഉള്ളൂ കേട്ടോ സോ ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു 27 പ്ലസ് 500 ഡിവൈഡ് ബൈ 200 അല്ലേ B1 200 ഇൻറ്റു 400 പ്ലസ് 200 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 0.4 ഇൻറ്റു 27 കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 15,580 അപ്പോൾ TCQ1 കിട്ടുന്നത് 17,191 TCB1 എന്ന് പറയുന്ന ടോട്ടൽ കോസ്റ്റ് 200 യൂണിറ്റിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 15,580 ആണ് വരിക ഞാൻ വേറെ സ്ലൈഡ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ തന്നെ എഴുതിയതാണ് സോ TCQ1 എന്ന് പറയുന്നത് TCB1 കൂടുതലാണ് TCQ1 എത്ര കിട്ടിയത് 17,191 TCB1 15,580 so therefore TCQ1 greater than TCB1 കൂടുതലാണ് TCQ1 അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതും എന്നിട്ട് എന്ത് എഴുതും we can place order for 200 to get discount അങ്ങനെയാണെങ്കിൽ നമുക്ക് 200 രൂപക്ക്
എന്ത് ചെയ്യാം, യൂണിറ്റ് ഓർഡർ ചെയ്യാം. ഗെറ്റ് ഡിസ്കൗണ്ട്, ആ ഡിസ്കൗണ്ട് അടക്കം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാം. കാരണം നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ, നമ്മൾ ടോട്ടൽ കോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ 17,191 വരും. പക്ഷേ 200 യൂണിറ്റ് 10% ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണെങ്കിൽ 15,580 വരുള്ളൂ. അപ്പം നമ്മളതിന് ഓർഡർ ചെയ്തൂടെ? നമുക്ക് 15,580 ചെയ്യുന്നല്ലേ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് Q1 ബേസ് ചെയ്തിട്ട് B1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് B1 കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, വി ക്യാൻ പ്ലേസ് ആൻ ഓർഡർ ഫോർ 200 യൂണിറ്റ് ടു ഗെറ്റ് ഡിസ്കൗണ്ട്. വി ക്യാൻ പ്ലേസ് ആൻ ഓർഡർ ഫോർ 200 യൂണിറ്റ് ടു ഗെറ്റ് എ ഡിസ്കൗണ്ട്. നമുക്ക് ഓർഡർ ചെയ്യാം. ഒന്നും കൂടി ടീച്ചർ പറഞ്ഞുതരാം. നോക്കൂ, എ മെറ്റീരിയൽ മാനേജർ ഹാസ് ദ ഫോളോയിങ് ഡാറ്റ പ്രൊഡ്യൂസിങ് എ പെർട്ടിക്കുലർ ഐറ്റം. ആനുവൽ ഡിമാൻഡ് 500 ആണ്. ഓർഡറിംഗ് കോസ്റ്റ് 400 ആണ്. കേരിയിങ് കോസ്റ്റ് ഓർ ആയി 40% ആണ്. കോസ്റ്റ് പെർ ഐറ്റം 30 ആണ്. ഓർഡറിംഗ് കോസ്റ്റ് ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 200. ഓർഡറിംഗ് കോസ്റ്റ് 200 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുന്നതാണെങ്കിൽ ഡിസ്കൗണ്ട് അറ്റ് 10% ഡിസ്കൗണ്ട് കിട്ടും. നമ്മളോട് പറയുന്നത് ഹൗ മച്ച് ഷുഡ് പ്ലേസ് ആൻ ഓർഡർ, എത്ര നമുക്ക് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഓർഡറിംഗ് ടു മിനിമൈസ് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കിത് ഓർഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം പറയാണ്. സോ ഡി 500 തന്നിട്ടുണ്ട്, CO 400, I 40% മീൻസ് 0.40, C1 30, C2 എന്ന് പറയുന്നത് 10% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന സംഭവമാണ് C2. അല്ലെങ്കിൽ 200 യൂണിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ C2 കിട്ടും. അപ്പോൾ 200 യൂണിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ 30ന്റെ 10% എന്ന് പറയുന്നത് 30 × 10 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് 3. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 30 - 3 = 27 ആണ് C2. അപ്പോൾ നമുക്ക് ആദ്യം Q2 കാണാം. Q2 കാണുമ്പോൾ √2 DCO ഡിവൈഡ് ബൈ I × C2. So √2 × 500 × 400 divided by 0.4 × 27, 192 units. So Q2 less than B2 200. It is not feasible. Next Q1 √2 DCO divided by I × C1. C2 ന് പകരം C1. So 183 units കിട്ടി. Optimum cost of procuring ആണ്. So Q1 less than B1. Least quantity. നെക്സ്റ്റ് ടോട്ടൽ കോസ്റ്റ് Q1 കാണാം. D × C1 പ്ലസ് D ഡിവൈഡ് ബൈ Q1 × CO പ്ലസ് Q1 ഡിവൈഡ് ബൈ 2 × I × C1. സോ 500 ആണ്. C1 30 ആണെന്നറിയാം. Q1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്. സോ നമുക്ക് കിട്ടുക 17,191. ഇനി TCB1 ആണ്. TCB1 ടോട്ടൽ കോസ്റ്റ് B1 ബേസിൽ B1 നമ്മൾ 200 ആണ് B1 ആയിട്ട് എടുത്തത്. സോ D × C2 പ്ലസ് D ഡിവൈഡ് ബൈ B1 × CO പ്ലസ് B1 ഡിവൈഡ് ബൈ 2 × I × C2. B1 നമുക്ക് 200 ആണ് എടുത്തത്. ഫോർ 500 × 27 പ്ലസ് 500 ഡിവൈഡ് ബൈ 200 × 400 പ്ലസ് 200 ഡിവൈഡ് ബൈ 2 × 0.4 × 27. സോ 15,580. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ Q1 എടുത്ത് ചെയ്യുമ്പോൾ 17,191 10% ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ 15,580 ആണ് കിട്ടുക. അപ്പോൾ നമുക്കത് ഇവിടെ എഴുതാം. Therefore Q1 less than TCB1. TCB1 Q1 greater than TCB1. Q1 B1 TC ടോട്ടൽ കോസ്റ്റ് B1 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ റിസീവ് ചെയ്യാന്ന് പറയാം. വി ക്യാൻ പ്ലേസ് ഓർഡേഴ്സ് ഫോർ 200 യൂണിറ്റ്സ് ടു ഗെറ്റ് എ ഡിസ്കൗണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം. ഫൈൻഡ് ദ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി. ഫൈൻഡ് ദ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഫോർ എ പ്രൊഡക്റ്റ് ഫോർ വിച്ച് ദ പ്രൈസ് ബ്രേക്സ് ആണ് പറയുന്നുണ്ട്. ആർ ആസ് ഫോളോസ്. Quantity 0 less than or is equal to Q1 less than 500. Unit cost 10. 500 less than or is equal to Q2 9.25. So the monthly demand of the product is 200 units. The cost storage is 2% of unit cost and the cost of ordering ₹350. നമ്മളോട് പറയാണ് ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി കാണാൻ. പ്രൈസ് ബ്രേക്സ് ആണെന്ന് പറയുന്നുണ്ട്. ക്വാണ്ടിറ്റിയുടെ ഫിഗർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറിയിൽ 0 greater less than or is equal to Q1 less than 500 ആണെങ്കിൽ 10 ആണ്.
500 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു Q2 ആണെങ്കിൽ 9.25 ആണ്. മന്ത്ലി ഡിമാൻഡ് പ്രൊഡക്റ്റ് 200 ആണ്. കോസ്റ്റ് സ്റ്റോറേജ് 2% ആണ്. യൂണിറ്റ് കോസ്റ്റ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ് 350 ആണ്. നമുക്ക് സൊല്യൂഷൻ ചെയ്യാം. ആദ്യം ഓരോ തന്ന സാധനം എടുത്ത് എഴുതാം. D is equal to 200, CO is equal to 350, C1 10 ആണ്, C2 9.25 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. I is equal to 2%, that is 0.02. ആദ്യം Q2 കാണാം. നേരത്തെ ചെയ്ത പോലെ തന്നെ √2 DCO ഡിവൈഡ് ബൈ I into C2. So is equal to √2 into 200 into 350 divided by 0.202 into 9.25 is equal to 1,40,000 divided by 0.185 is equal to 870 units. Next Q2 നമുക്ക് കിട്ടി 870 units. B 500 കണ്ടോ ഇവിടെ തന്ന B എത്രയാ 500 ആണ്. So B 500 units, hence Q2 greater than B. Q2 എന്ന് പറയുന്നത് എന്താണ്? ബിനേക്കാണ് കൂടുതലാണ്. ബി 870 കിട്ടി. Q2 870 കിട്ടി. ബി എത്രയാണ്? 500 ഉള്ളൂ. അപ്പോൾ Q2 ഗ്രേറ്റർ ദാൻ ബി ആണ്. Therefore optimum quantity is 870 യൂണിറ്റ്. നമ്മുടെ ഒപ്റ്റിമം ക്വാണ്ടിറ്റി അപ്പോൾ എത്രയാണ്? ബി ആണോ 870 ആണോ? സോ Q2 870 യൂണിറ്റ് ആണ്. നെക്സ്റ്റ് ഒരു ഹോംവർക്ക് ഉണ്ട്. ഈ ഹോംവർക്കും കൂടി ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം ടീച്ചർ. ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാണ്. ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 0 ലെസ് ദാൻ Q1 ലെസ് ദാൻ 500, യൂണിറ്റ് കോസ്റ്റ് 10, 500 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു Q2 9.25, മന്ത്ലി ഡിമാൻഡ് 200 ആണ്. കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് അല്ലെ I 2% ആണ്. ഓർഡറിംഗ് കോസ്റ്റ് 350 ആണ്. D 200, CO 350, C1 10, C2 9.25, I 0.02, that is 2%. Q2 ആദ്യം കാണാം. Q2 B1 കമ്പയർ ചെയ്താണ്. ഇവിടെ ഒന്നും ചെയ്യാനില്ല. Q2 is equal to √2 DCO divided by I into C2. So √2 into 200 into 350 divided by 0.02 into 9.25 is equal to √1,40,000 divided by 0.185 is equal to 870 units. അപ്പോൾ നമുക്ക് Q2 870 യൂണിറ്റും B എത്രയാണ് ക്വസ്റ്റ്യൻ തന്നത്? 500 ആണ്. സോ ഹെൻസ് Q2 ഗ്രേറ്റർ ദാൻ ബി, ബിനേക്കാണ് കൂടുതലാണ്. അപ്പോൾ ഒപ്റ്റിമം ക്വാണ്ടിറ്റിയാ കൂടുതലാണെങ്കിൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റിയാ, കുറവാണെങ്കിൽ ഫീസിബിൾ അല്ല എന്നർത്ഥം. Therefore optimum quantity is 870 units. ഒരു ഹോംവർക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ 2. ഫൈൻഡ് ദ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഫോർ എ പ്രൊഡക്റ്റ് ഫോർ വിച്ച് ദ പ്രൈസ് ബ്രേക്സ് ആർ ആസ് ഫോളോസ്. ക്വാണ്ടിറ്റി 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു Q1 ലെസ് ദാൻ 450, യൂണിറ്റ് കോസ്റ്റ് 0.50. The next 450 less than or is equal to Q2, unit cost 0.49. The yearly demand for the product is 800 units. Cost placing order ₹5. Cost of storage is 10% per year. ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി കാണാൻ പറയാണ്. ക്വാണ്ടിറ്റി Q ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു Q1 ലെസ് ദാൻ 450, യൂണിറ്റ് പ്രൈസ് 0.50. നെക്സ്റ്റ് 450 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു Q2, യൂണിറ്റ് കോസ്റ്റ് 0.49. The yearly demand for the product is 800 units. Cost placing order ₹5. Cost of storage is 10% per year. എന്തൊക്കെ തന്നിട്ടുണ്ട്? D എത്രയാ? D 800, CO 5, CI എന്ന് പറയുന്നത് 10% 0.10, C1 0.50, C2 0.49, P എത്രയാ? 450. സോറി P അല്ല B 450. എളുപ്പത്തിൽ ചെയ്തൂടെ? അപ്പൊ Q2 കാണാം. Q2 √2 DCO ഡിവൈഡ് ബൈ I into C2 വെച്ചിട്ട് Q2 കാണാം. Q2 കിട്ടിയിട്ട് ആ Q2 ഫിഗറും 450യും ഏതാണ് കൂടുതലെങ്കിൽ Q2 ഫീസിബിൾ ആണെങ്കിൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് അത് എഴുതാം. ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിളാണ് നമ്മളിന്ന് പറഞ്ഞത്. പ്രോബ്ലം ഓഫ് EOQ വിത്ത് പ്രൈസ് ബ്രേക്സ് ആണ്. 3 അസംഷൻ ഫുൾഫിൽ ആണെങ്കിലാണ് EOQ പ്രൈസ് ബ്രേക്സ് ആവുള്ളൂ. ഡിമാൻഡ് ഈസ് നോൺ ആൻഡ് കോൺസ്റ്റന്റ്, ഷോർട്ടേജ് ആർ നോട്ട് അലൗഡ്, റീപ്ലെനിഷ്മെന്റ് ഓഫ് ഇൻവെന്ററി, സോ ലോഡ് സൈസ് ഓഫ് പ്രൊഡക്ഷൻ Q പറയും. ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഫോർ എ ഡിസ്കൗണ്ട് ലെവൽ D into C1
പ്ലസ് ഡി ഡിവൈഡ് ബൈ ക്യൂ ഇൻറ്റു സി ഒ പ്ലസ് ഡി ഡിവൈഡ് ബൈ C2 ഇൻറ്റു C1 ഇൻറ്റു ഐ, അല്ലെ C1 അല്ലെങ്കിൽ CI എന്ന് പറയാം. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റൺ കോസ്റ്റ് CO, കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് പെർ യൂണിറ്റ് C1 അല്ലെങ്കിൽ CI പറയാം. മന്ത്ലി ഹോൾഡിംഗ് കോസ്റ്റ് പെർ ഇയർ I. സോ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി √2 DCO ഡിവൈഡ് ബൈ C1 ഇൻറ്റു ഐ, അല്ലെ CI ഇൻറ്റു ഐ. ടോട്ടൽ കോസ്റ്റ് Q ഈസ് ഈക്വൽ ടു DC1 or DCI plus √2 DCO CI into I. Next, problem of EOQ with one price break ആണെങ്കിൽ ഇങ്ങനെ വരും. റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയും പ്രൈസ് കോസ്റ്റ് പെർ യൂണിറ്റും തരും. 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു Q1 ലെസ് ദാൻ B1 C1. B1 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു Q2 ലെസ് ദാൻ B2 C2. C2 എപ്പോഴും C1-നേക്കാളും കുറവായിരിക്കും. അല്ല C1 ബേസിലായിരിക്കും എപ്പോഴും C2 ഉണ്ടാവും. C1 കൂടുതലും C2 എപ്പോഴും കുറവായിരിക്കും. സോ അൽഗോരിതം അതിൻ്റെ ബേസിൽ ഒരു 4-5 സ്റ്റെപ്പ് ഉണ്ട്. കാൽക്കുലേറ്റ് ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഫോർ ദ ലോവസ്റ്റ് പ്രൈസ്, ദാറ്റ് ഈസ് Q2 √2 DCO ഡിവൈഡ് ബൈ I ഇൻറ്റു C2. കമ്പയർ ദ ക്വാണ്ടിറ്റി B1. ഇഫ് Q2 ഈസ് ഗ്രേറ്റർ ദാൻ B1, ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി Q2 ആയിരിക്കും. Q2 ഈസ് ലെസ് ദാൻ B1, വി കനോട്ട് പ്ലേസ് ആൻ ഓർഡർ. Q2 B1-നേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ഓർഡർ ഒരിക്കലും റിസീവ് ചെയ്യില്ല എന്നർത്ഥം. Q എന്ന് പറയുന്നത് Q1-ഉം Q എന്ന് പറയുന്നത് B1 എന്നും പറയാം. ടോട്ടൽ Q1 ഫോർ ദ പ്രൈസ് C1 ആൻഡ് കമ്പയർ TC Q1 വിത്ത് ടോട്ടൽ കോസ്റ്റ് B1. TC Q1-നെ നമുക്ക് കിട്ടുന്ന B1-ഉമായിട്ട് കമ്പയർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. TC Q1 കാൽക്കുലേറ്റ് ചെയ്യുക. DC1 പ്ലസ് D ഡിവൈഡ് ബൈ Q1 ഇൻറ്റു C0 പ്ലസ് Q1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു I ഇൻറ്റു C1. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 പ്രോബ്ലം ചെയ്ത്, ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് TC Q1 17,191ഉം TC B1 15,550 കിട്ടി. സോ TC Q1 ഗ്രേറ്റർ ദാൻ TC B1 ആണ്. നമ്മൾ അതുകൊണ്ട് ഈ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് B1 500 ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ Q2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 870 കിട്ടി. സോ അതുകൊണ്ട് Q2 ഗ്രേറ്റർ ദാൻ B1 ആണ്. സോ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആക്സെപ്റ്റ് ചെയ്യും. ടോട്ടൽ ക്വാണ്ടിറ്റി ഈസ് 870, ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, ഒരു ഹോംവർക്കും തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.